ഹായ് ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ചൂടുകുരു മാറാനായിട്ടുള്ള 1-2 ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം മോൾക്കൊക്കെ നല്ലവണ്ണം ദേഹത്ത് മുഴുവൻ ചൂടുകുരുവൊക്കെയാണ്. അപ്പം നമ്മളിത് പുരട്ടുമ്പം പെട്ടെന്ന് തന്നെ അവൾക്ക് ആ ഒരു ചൂടുകുരു ചൊറിച്ചിലും ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയെന്നുള്ളത് എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് ഞാൻ 2 ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് പുരട്ടാൻ പറ്റുന്നതും, ഒന്ന് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് തുളസി ഇല വേണം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് ചോദിച്ച് വാങ്ങിച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഈ തുളസി ഇലയുടെ ഈ ഇല മാത്രം മതി. ഈ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദേഹത്ത് പുരട്ടുമ്പം അത് കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല മാത്രമായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പം അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ വരും. അത് നമ്മൾ എടുക്കരുത്. നമ്മളതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ ഒരു യെല്ലോ ഷെയ്ഡും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് നമുക്കിത് നമ്മുടെ വീടുകളിൽ കറ്റാർവാഴ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിത് കടകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് 1-2 വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഇതിൻ്റെ ഈ പുറത്തെ ആ ഒരു തൊണ്ട് നമ്മളതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ജെല്ല് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ല് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കണം. ഈ കറ്റാർവാഴ ജെല്ല് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കും നല്ലൊരു ഡ്രൈ സ്കിന്ന് മാറാനായിട്ട് നല്ല ഒരു റെമഡിയാണ്. എന്നുവെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ജെല്ല് എടുത്തിട്ട് നമ്മൾ കാലിൽ ഡ്രൈ സ്കിന്ന് ഉള്ള ഭാഗങ്ങളിലൊക്കെ നമ്മളിതൊന്ന് പുരട്ടി കൊടുത്താൽ മതി. കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ പുരട്ടേണ്ടത്. നമ്മളത് പുരട്ടിയതിന് ശേഷം കഴുകി കളയരുത്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. കറ്റാർവാഴയുടെ ജെല്ലൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം ജെല്ല് മാത്രമാണ് അടിച്ചെടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. തുളസി ഇല എടുക്കുമ്പോൾ അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതിൻ്റെ ആ ഒരു തണ്ടൊന്നും പാടില്ല. ഇല മാത്രമായിട്ട് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ദേഹത്ത് പുരട്ടുമ്പോൾ നമുക്ക് കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല മാത്രമായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി അരയാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ദേഹത്ത് പുരട്ടാം. ചൂടുകുരു എവിടേക്കാണോ ഉള്ളത് അവിടേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഐസ് ട്രേ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വീട്ടിലുണ്ടാകും. അപ്പോൾ അത് നമുക്ക് പഴയത് യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഐസ് ട്രേയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഐസ് ക്യൂബായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ആ ഒരു ക്യൂബ് എടുത്തിട്ട് നമുക്കത് ദേഹത്ത് പുരട്ടാം. അപ്പോൾ ആ ഒരു തണുപ്പും കൂടി ആകുമ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അത് പുരട്ടാനായിട്ട് അവർ തന്നെ അത് ദേഹത്തൊക്കെ പുരട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കുളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഐസാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇത് നമുക്ക് കറ്റാർവാഴ തന്നെയാണ്. ഈ കറ്റാർവാഴ നമ്മൾ എടുത്തിട്ട് 2-3 പീസാക്കി എടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ജെല്ല് മാത്രമായിട്ട് എടുക്കുക. അതിൻ്റെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ജെല്ല് മാത്രമായിട്ട് നമുക്ക് ദേഹത്ത് പുരട്ടി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജെല്ല് നമ്മൾ എല്ലാത്തിൽ നിന്നും എടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇത് നമ്മൾ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പുരട്ടാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടുകുരു ഉള്ള ഭാഗത്തൊക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാം.
പിന്നെ ഇത് നമുക്ക് ഐസ് ക്യൂബായിട്ടും നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് വയ്ക്കാം. നമ്മൾ ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുക്കണ്ട. കറ്റാർവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് ഐസ് ക്യൂബായിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാനിത് ഈ ട്രേയിൽ തന്നെയാണ് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ക്യൂബായിട്ടാകുമ്പം കുട്ടികൾക്ക് തന്നെയാണെങ്കിലും അവർ തന്നെ എടുത്ത് അവർ ദേഹത്ത് പുരട്ടിക്കോളും. അവർക്ക് തണുപ്പും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പുരട്ടാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും ഒന്നും മടിക്കും പുരട്ടാനായിട്ട്. ഇതിപ്പം മോൾക്കാണെങ്കിലും നല്ല ചൂടുകുരുണ്ട്. അപ്പോൾ അവൾ തന്നെയാണെങ്കിലും ഇതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖത്തും മേത്തൊക്കെ അവൾക്ക് തേക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ അവൾ തേച്ച് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളിതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ വേറെ ഇതൊന്നും കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഐസ് കട്ടയാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ക്യൂബായിട്ട് എടുത്തിട്ട് നമുക്കിത് പുരട്ടുമ്പം ആ ഒരു തണുപ്പും കൂടി ആകുമ്പം നല്ല ഒരു ഇതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണും. ഒറ്റ യൂസിൽ തന്നെ മാറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ആര്യവേപ്പിൻ്റെ ആകുമ്പം നമുക്ക് പുരട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ പറ്റിയതിന് ശേഷം ഒന്ന് കൈമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. രണ്ടാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ കടയിൽ നിന്ന് ചൂടുകുരുവിൻ്റെ പൗഡർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു റിസൾട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ.